ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സൺസിറ്റി ജുവലറി പത്തനാപുരം, വിജയകൃഷ്ണ ജുവലറി പുനലൂർ, ഇലഗൻ ഇവന്റ്സ് കാറ്ററിംഗ് പത്തനാപുരം, പവിത്രം ജുവലറി പുനലൂർ, പാലിത്ര ഫാഷൻ ജുവലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. Pure golden beauty. My dream girl. For your wedding. Sun City Golden Diamonds, Main Road, Pattanapuram. 100% BIS Hallmark Gold. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. ബാത്റൂമിന്റെ ഭംഗിയും ശുചിത്വവും ദേവ സ്റ്റാർ ഹോംസിലൂടെ ലോകോത്തര നിലവാരം പുലർത്തുന്നു. ഇലക്ട്രിക്കൽ, ഗ്ലാസ് വാഷ് ബേസിൻ, മിറർ, ബാത്റൂം ഫിറ്റിംഗ്സ്, മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP fancy items. Best quality product is our responsibility. Deva Star Homes, Punalur, Pattanapuram. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം. പുനലൂർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. എല്ലാവിധ ബ്രാൻഡഡ് കമ്പനികളുടെയും വിപുലമായ ശേഖരം. ബ്രാൻഡഡ് കമ്പനികളുടെ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഐറ്റംസ്, സാനിറ്ററികൾ, ലൈറ്റ് ഫിറ്റിംഗ്സ്, ഫാൻസി ലൈറ്റുകൾ, ന്യൂ ജനറേഷൻ LED ലൈറ്റുകൾ എന്നിവ മിതമായ നിരക്കിൽ ഇവിടെ നിന്നും ലഭിക്കുന്നു. ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. സേവ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ. വെറൈറ്റി ലേഡീസ് കളക്ഷൻസിന്റെ നവീകരിച്ച ഷോറൂം പുനലൂർ SPTക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മാച്ചിങ് മാല, വള, കമ്മൽ, ഹെയർ ക്ലിപ്പ് എന്നിവയ്ക്കും ഇവിടെ പ്രത്യേക സെലക്ഷൻസ് ഒരുക്കിയിരിക്കുന്നു. ഷഹനാസ്, ലാക്മി, ഐറ്റസ് ഡാസ്ലർ, മെബ്ലിൻ, ലോറിയൽ, ലോട്ടസ്, റെവലോൺ കൂടാതെ നിരവധി പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ, കൂടാതെ ലേഡീസ് ബാഗുകൾ, പേഴ്സുകൾ, ക്ലേഷ് ബാഗുകൾ, ഗിഫ്റ്റ് ടോയ്സ്, ഫ്ലവേഴ്സ്, ക്ലേഷ് ഐറ്റംസ്, ചുരിദാർ മെറ്റീരിയൽസ്, ബ്രൈഡൽ കളക്ഷൻസ്, ഡാൻസ് ഓർണമെന്റ്സ്, ഭരതനാട്യം സെറ്റ് എന്നിവയും ഇവിടെ ലഭ്യമാണ്. എല്ലാ ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നതിനാൽ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു. വെറൈറ്റി ലേഡീസ് കളക്ഷൻസ്. പൊന്നു വാങ്ങുമ്പോൾ പൊന്നു സമ്മാനം, നറുക്കെടുപ്പോ ഭാഗ്യ പരീക്ഷണമോ ഇല്ല. ഓരോ പവൻ സ്വർണത്തിനുമൊപ്പം ഒരു ഗോൾഡ് കോയിൻ തികച്ചും സമ്മാനമായി സ്വന്തമാക്കാം. പൊന്നു വാങ്ങൂ, പൊന്നു സമ്മാനമായി നേടൂ. ഇടിമണിക്കൽ ജുവലറിയിൽ വളകലക്കം. അപൂർവ സുന്ദരങ്ങളായ വളകളുടെ 1000-ലേറെ ഡിസൈനുകൾ. പൊന്നു വാങ്ങുമ്പോൾ പൊന്നു സമ്മാനം. ഈ ഓഫർ ഒക്ടോബർ 15 വരെ മാത്രം. ഇടിമണിക്കൽ ജുവലറി, പുനലൂർ. ഇടിമണിക്കൽ ഫാഷൻ ജുവലറി, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കുട്ടുതറ, ചിറ്റാർ, റാന്നി. ചോയ്സ് ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ, കുന്നിക്കോട്. ഫോൺ 0475-232-3867, 232-4133. കുന്നിക്കോട്ടെ ഏറ്റവും വലിയ ഡാറ്റ ഷോറൂമായ ചോയ്സിനോടൊപ്പം ഈ വർഷത്തെ പൊന്നോണം ആഘോഷിക്കൂ. ഓരോ പർച്ചേസിനും ഉറപ്പായ സമ്മാനം. ഒന്നാം സമ്മാനം 1 കിലോ സ്വർണം അല്ലെങ്കിൽ മെഴ്സിഡസ് ബെൻസ് കാർ. രണ്ടാം സമ്മാനം 10 ആൾട്ടോ കാറുകൾ. മൂന്നാം സമ്മാനം 25 ഹോണ്ട ബൈക്കുകൾ. നാലാം സമ്മാനം 500 LED ടിവികൾ. അഞ്ചാം സമ്മാനം 1000 മിക്സികൾ. കൂടാതെ വിൽപ്പനയിലും വിൽപ്പനാനന്തര സേവനത്തിലും വിലക്കുറവിലും ഗുണനിലവാരത്തിലും എന്നും മുൻപന്തിയിൽ. ഈ ഓണത്തിന് ചോയ്സിന്റെ മാത്രം സ്പെഷ്യൽ ഓഫർ. തടിയിൽ നിർമ്മിച്ച സെറ്റി സെറ്റ്, ദിവാൻ കോട്ട്, ഡബിൾ കോട്ട് കട്ടിൽ, ഡബിൾ മെത്ത, ബെഡ്ഷീറ്റ്, സ്റ്റീൽ അലമാര, 3 ജാർ മിക്സി, 2 ബർണർ ഗ്ലാസ് ടോപ്പ് സ്റ്റൗ, പ്രഷർ കുക്കർ, ചുബി കുക്കർ, ടൊമാറ്റോ പോട്ട്, അയൺ ബോക്സ് എന്നിങ്ങനെ 70,000 രൂപ വില വരുന്ന 12 ഐറ്റം ഗൃഹോപകരണങ്ങൾ 50% ഓഫറിൽ വെറും 34,990 രൂപയ്ക്ക്. ചോയ്സ് ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ, കുന്നിക്കോട്. ഫോൺ 0475-232-3867, 232-4133. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ എലിസബത്ത്. പ്രധാന വാർത്തകൾ. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ദിവസങ്ങൾ ബാക്കി. കണക്കുകളിൽ വിജയപ്രതീക്ഷ അർപ്പിച്ച് മുന്നണികൾ.
പത്തനംതിട്ട ജില്ലയിൽ പരസ്യപ്രചാരണം അവസാനിച്ചു. തെരഞ്ഞെടുപ്പ് 5-ന്. പുനലൂർ പേപ്പർ മിൽ തുറന്നെങ്കിലും ഉൽപാദനം ആരംഭിച്ചില്ല. അസംസ്കൃത സാധനങ്ങളുടെ ലഭ്യതക്കുറവാണ് ഉൽപാദനം വൈകാൻ കാരണം. വാർത്തകൾ വിശദമായി. പുനലൂർ നഗരസഭയിൽ കൂട്ടലും കിഴിക്കലുമായി മുന്നണികൾ. ഭരണം നിലനിർത്തുമെന്ന് LDF-ഉം ഭരണം പിടിച്ചെടുക്കുമെന്ന് UDF-ഉം അവകാശവാദം ഉന്നയിക്കുന്നു. 35-അംഗ കൌൺസിലിൽ കേവല ഭൂരിപക്ഷത്തിന് 18 സീറ്റുകൾ അത്യാവശ്യമാണ്. ശക്തമായ പ്രചരണ പ്രവർത്തനങ്ങളാണ് ഇരു മുന്നണികളും നഗരസഭയിൽ നടത്തിയത്. ആദ്യം ചില സീറ്റുകളിൽ മുൻതൂക്കം നേടിയ സ്ഥാനാർത്ഥികൾ പ്രചരണം അവസാന ഘട്ടത്തിലെത്തിയപ്പോൾ പിന്നോക്കം പോയെന്നതാണ് യാഥാർത്ഥ്യം. കുടുംബ ബന്ധങ്ങളും സൌഹൃദങ്ങളുമെല്ലാം ഇരു മുന്നണി സ്ഥാനാർത്ഥികളും നന്നായി ഉപയോഗപ്പെടുത്തി. തീ പാറുന്ന മത്സരം അരങ്ങേറിയ കലയനാട് വാർഡിൽ ഇരു മുന്നണികളും നേരിട്ട് ഏറ്റുമുട്ടുകയായിരുന്നു. പ്രവചനങ്ങൾ അസാധ്യമായ ഇവിടെ അവസാന ഘട്ടത്തിൽ ജയാപജയങ്ങൾ മാറിമറിയുന്ന കാഴ്ചയാണ് ദൃശ്യമായത്. പ്ലാച്ചേരി പോലെയുള്ള വാർഡുകളിൽ പോളിംഗ് ശതമാനം കൂടുകയും ഭരണിക്കാവ് ടൗൺ വാർഡുകളിൽ പോളിംഗ് ശതമാനം കുറയുകയും ചെയ്തു. CPM-ന് ശക്തമായ സ്വാധീനമുള്ള ചില വാർഡുകളിൽ പോളിംഗ് ശതമാനം ഇത്തവണ വർദ്ധിച്ചിട്ടുണ്ട്. ഇവിടെ തങ്ങൾ ഗുണമുണ്ടാക്കുമെന്ന നിലപാടിലാണ് CPM നേതൃത്വം. 20 വാർഡുകളിൽ തങ്ങൾക്ക് മുൻതൂക്കമുണ്ടെന്ന് LDF നേതൃത്വം അവകാശം ഉന്നയിക്കുന്നുണ്ട്. UDF ആകട്ടെ 21 വാർഡുകൾ വരെ നേടുമെന്ന നിലപാടിലാണ്. CPM വോട്ടുകൾ ചോർന്നതായും അതിൽ നല്ലൊരു ഭാഗം തങ്ങൾക്ക് ലഭിച്ചതായും UDF നേതൃത്വം വിലയിരുത്തുന്നു. ഈ പ്രതീക്ഷകളാണ് മുന്നണികൾക്കുള്ളത്. BJP നഗരസഭയിൽ ഇത്തവണ അക്കൗണ്ട് തുറക്കുമെന്ന് ആവർത്തിക്കുന്നുണ്ട്. എന്നാൽ ജനവിധി അറിയാൻ 4 ദിവസം കൂടി കാത്തിരുന്നാൽ മതിയല്ലോ എന്ന ആശ്വാസത്തിലാണ് ഇരു മുന്നണികളും BJP-യും. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ 6 പഞ്ചായത്തുകളിലെയും വോട്ടിംഗ് ശതമാനത്തിന്റെ കണക്കുകൾ പുറത്തുവന്നു. ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നത് പട്ടാഴി പഞ്ചായത്തിലും കുറഞ്ഞ പോളിംഗ് വിളക്കുടി പഞ്ചായത്തിലുമാണ്. വിളക്കുടി ഗ്രാമപഞ്ചായത്തിൽ 64.65% പുരുഷന്മാരും 77.22% സ്ത്രീകളും വോട്ട് ചെയ്തു. ആകെ 19,351 പേരാണ് വിളക്കുടി ഗ്രാമപഞ്ചായത്തിൽ വോട്ട് ചെയ്തത്. പോളിംഗ് ശതമാനത്തിൽ ഏറ്റവും കുറവുള്ളതും വിളക്കുടി ഗ്രാമപഞ്ചായത്തിൽ തന്നെ. 71.07% പോളിംഗാണ് ഇവിടെ രേഖപ്പെടുത്തിയത്. തലവൂർ ഗ്രാമപഞ്ചായത്തിൽ ആകെ 22,034 പേർ വോട്ട് ചെയ്തു. പോളിംഗ് ശതമാനം 78.18 ആണ്. പിറവന്തൂർ പഞ്ചായത്തിൽ 21,110 പേർ വോട്ട് രേഖപ്പെടുത്തി. 73.81% പോളിംഗാണ് പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിൽ രേഖപ്പെടുത്തിയത്. പട്ടാഴി വടക്ക് ഗ്രാമപഞ്ചായത്തിൽ 9,862 പേർ വോട്ട് ചെയ്തു. 79.2% പോളിംഗ്. പോളിംഗ് ശതമാനം ഏറ്റവും കൂടുതൽ രേഖപ്പെടുത്തിയ പട്ടാഴി ഗ്രാമപഞ്ചായത്തിൽ 11,488 പേർ വോട്ട് ചെയ്തു. 79.38% പോളിംഗ്. പത്തനാപുരം ഗ്രാമപഞ്ചായത്തിൽ ആകെ 18,706 പേരാണ് വോട്ട് ചെയ്തത്. 74.15% പോളിംഗ് ആണ് ഇവിടെ രേഖപ്പെടുത്തിയത്. ബ്ലോക്ക് ഡിവിഷനിൽപ്പെട്ട 6 പഞ്ചായത്തുകളിലായി 1,02,551 പേർ വോട്ട് രേഖപ്പെടുത്തി. 75.97% ആകെ പോളിംഗ് ശതമാനം. ലൈവ് വാർത്ത, പത്തനാപുരം. പത്തനാപുരം സർക്കിൾ പരിധിയിൽ സമാധാനപരമായി വോട്ടെടുപ്പ് നടത്താൻ കഴിഞ്ഞതിന്റെ ആശ്വാസത്തിലാണ് പോലീസ്. 2 CIമാരുടെ മേൽനോട്ടത്തിൽ 350 പോലീസ് ഉദ്യോഗസ്ഥരാണ് ക്രമസമാധാന ചുമതല നിർവഹിച്ചത്. നിരവധി പ്രശ്നബാധിത ബൂത്തുകൾ ഉണ്ടായിരുന്ന പത്തനാപുരം സർക്കിൾ പരിധിയിൽ സമാധാനപരമായി വോട്ടെടുപ്പ് നടത്താൻ സാധിച്ചതിന്റെ ആശ്വാസത്തിലാണ് പോലീസ്. 2 CIമാരുടെ മേൽനോട്ടത്തിൽ 350 പോലീസ് ഉദ്യോഗസ്ഥരാണ് 6 പഞ്ചായത്തുകളിലായി ഇലക്ഷൻ ഡ്യൂട്ടിക്ക് ഉണ്ടായിരുന്നത്. ഇവർ 15 മൊബൈൽ ഗ്രൂപ്പുകളായിട്ടാണ് പെട്രോളിംഗ് നടത്തിയത്. ഒരു SI, 2 ASI, ഒരു സിവിൽ പോലീസ് ഓഫീസർ എന്നിവരടങ്ങുന്നതാണ് ഒരു ഗ്രൂപ്പ്. ഇങ്ങനെയുള്ള 15 ഗ്രൂപ്പുകളുടെ നിരീക്ഷണത്തിലായിരുന്നു പെട്രോളിംഗ് ബൂത്തുകൾ. ഇവർക്ക് പുറമെ സിയുടെ നേതൃത്വത്തിൽ 10 പോലീസ് ഉദ്യോഗസ്ഥരടങ്ങുന്ന പ്രത്യേക സ്ക്വാഡ് മേഖലയിൽ നിരീക്ഷണം നടത്തി. ബൂത്തുകൾക്ക് പുറമെയുള്ള സംഘർഷങ്ങൾ തടയുന്നതിനായി 4 സ്പെഷ്യൽ യൂണിറ്റുകളും രംഗത്തുണ്ട്. പോലീസിന് പെട്ടെന്ന് എത്തിപ്പെടാൻ സാധിക്കാത്ത പെറവന്തൂരിലെ ചെമ്പനരുവി, കടമ്പുവാറ തുടങ്ങിയ ബൂത്തുകളിൽ 4 പേരടങ്ങുന്ന 2 പ്രത്യേക സ്ക്വാഡിനെയും നിയോഗിച്ചിരുന്നു. പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്ത്, പെറവന്തൂർ, പത്തനാപുരം, പട്ടാഴി വടക്കേക്കര, തലവൂർ, വിളക്കുടി തുടങ്ങിയ ഗ്രാമപഞ്ചായത്തുകളിലും തലവൂർ, പത്തനാപുരം, കലയപുരം തുടങ്ങിയ ജില്ലാ ഡിവിഷനുകളിലുമായി 208 ബൂത്തുകളാണ് ക്രമീകരിച്ചിരുന്നത്. പുനലൂർ DFO കോസി ജോൺ ആയിരുന്നു തെരഞ്ഞെടുപ്പ് വരണാധികാരി. പ്രദേശത്ത് പ്രശ്നബാധിത ബൂത്തുകൾ 18 എണ്ണമുണ്ടെന്നായിരുന്നു പോലീസ് റിപ്പോർട്ട്. ഇതിൽ ഇടത്തറ, കുന്നിക്കോട്, ഇളമ്പൽ, കാര്യറ, ചെളിക്കുഴി, കടുവാത്തോട്, കടശ്ശേരി, കാരമ്മൂട്, കമുകുഞ്ചേരി എന്നിവിടങ്ങൾ ഏറെ പ്രശ്നസാധ്യതയുള്ളതായി പോലീസ് വിലയിരുത്തിയിരുന്നു. എന്നാൽ കാര്യമായ സംഘർഷങ്ങളൊന്നും ഉണ്ടാകാതെ തന്നെ തെരഞ്ഞെടുപ്പ് നടത്താൻ സാധിച്ചതിന്റെ ആശ്വാസത്തിലാണ് പോലീസ്. നമുക്ക് ഏകദേശം 18ഓളം സെൻസിറ്റീവ് ബൂത്തുകൾ ഉണ്ടായിരുന്നു. അവിടെയും മറ്റ് ഇൻഅക്സസിബിൾ ആയിട്ട് 37 കിലോമീറ്റർ സർക്കിൾ പരിധിയിൽ നിന്ന് ഏകദേശം 37 കിലോമീറ്ററുള്ള ചെമ്പനരുവി പോലെയുള്ള പ്രദേശങ്ങളിൽ ഡ്യൂട്ടി ചെയ്യുന്നതിനും വളരെ മനോഹരമായിട്ട് പൂർത്തിയാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ തന്നെ ഈ 350 പോലീസ് ഉദ്യോഗസ്ഥരിൽ 15 ഗ്രൂപ്പുകളായി തിരിച്ച് ഈ 15 ഗ്രൂപ്പിനും ഒരു SIയുടെ നേതൃത്വത്തിൽ ഒരു ജീപ്പും അതിൽ ഓരോ വീഡിയോഗ്രാഫറെയും ഉൾപ്പെടുത്തി എന്തെങ്കിലും ചെറിയ ചെറിയ വിഷയങ്ങൾ റിപ്പോർട്ടാവുന്ന മുറയ്ക്ക് തന്നെ കിട്ടുന്ന വിവരങ്ങൾക്കനുസരിച്ച് അവരെ ആ സ്ഥലത്തെത്തി ആ പ്രശ്നം രമ്യമായി പരിഹരിച്ച് വളരെ ഭംഗിയായിട്ട് വോട്ട് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്.
പത്തനാപുരം CI R ബൈജുകുമാർ, CI വിജയനാഥ് എന്നിവർക്കായിരുന്നു സുരക്ഷാ ചുമതല. ലൈവ് വാർത്ത പത്തനാപുരം. പവിത്രം ജുവലേഴ്സ്. ട്രഡീഷണൽ ഓർണമെന്റ്സിനൊപ്പം ട്രെൻഡി ഫാഷൻ ഡിസൈനർ കളക്ഷൻസ്. കല്യാണ അവസരങ്ങളിൽ നിങ്ങൾ കണിഞ്ഞൊരുങ്ങുവാൻ മോഡേൺ ഫാഷൻ വെഡിംഗ് ജ്വല്ലറി, കൂടാതെ നിങ്ങളെ പ്രൗഢയാക്കുന്ന ന്യൂ അറൈവൽ പാർട്ടി വെയർ, എലഗന്റ് എത്നിക് കളക്ഷൻസ്, പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പുനലൂർ. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്ററേഴ്സ്, പത്തനാപുരം. മേക്ക് യുവർ ഡേയ്സ് എലഗന്റ് ആൻഡ് ഇവന്റ്ഫുൾ. വിവാഹ നടത്തിപ്പിനും മറ്റ് പ്രിയ മുഹൂർത്തങ്ങൾക്കും നെട്ടോട്ടമോടുന്നവർക്ക് ഇതാ ഒരു സന്തോഷ വാർത്ത. നിങ്ങളുടെ പ്രിയ മുഹൂർത്തങ്ങൾ ഏതുമാകട്ടെ, എല്ലാം ഒരു കുടക്കീഴിൽ മിതമായ നിരക്കിൽ. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്ററേഴ്സ്, പത്തനാപുരം. Catering service. We cater for all occasions. Elegant events. SBT ATM സമീപം, KO Abraham Building, പത്തനാപുരം. Phone 99476997. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, ടൈൽസ്, പാരിവെയർ, ക്രിസ്റ്റൽ ബാത്ത് ഗാലറി, ഇലക്ട്രിക്കൽ ഗുഡ്സ്, ഫാൻസി ലൈറ്റുകൾ, പാനസോണിക് AC-യുടെ അംഗീകൃത ഡീലർ, ഫിനോലെക്സ് പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ് ആക്സസറീസ്, ക്വിക്ക് സ്റ്റെപ്പ് വുഡൻ ഫ്ലോറിംഗ്, മഹീന്ദ്ര പവർ ഓൾ ജനറേറ്ററുകൾ, ഹാർഡ്വെയർ, ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. ഫോൺ 0475 2221. എടാ, നിന്നെപ്പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? ഡയബറ്റിക് റെറ്റിനോപ്പതി മൂലമുണ്ടാകുന്ന കാഴ്ചക്കുറവ് ചികിത്സിച്ച് മാറ്റുക തന്നെ വേണം. അതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിലുണ്ടല്ലോ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. പൊന്നണിയാൻ ആശിക്കുന്ന പെൺമനസ്സുകൾക്ക് പൊന്നിൻ കലവറയുമായി പവിഴം ഗോൾഡ്. ലേറ്റസ്റ്റ് ഫാഷൻ ഡിസൈൻ ആഭരണങ്ങളുടെയും പാരമ്പര്യ തനിമയുള്ള ആഭരണങ്ങളുടെയും വിപുലമായ കളക്ഷൻസ്. മനസ്സ് നിറഞ്ഞ് അണിഞ്ഞൊരുങ്ങാൻ പവിഴം ഗോൾഡ് ഉള്ളപ്പോ ആഘോഷങ്ങൾക്കിനി അതിരുകൾ വേണ്ട. പവിഴം ഗോൾഡ് 100% 916 BIS ഹോൾമാർക്ക് ഷോറൂം, മുനിസിപ്പൽ ബിൽഡിംഗ്, മാർക്കറ്റ് ജംഗ്ഷൻ, പുനലൂർ. സ്റ്റൈൽ ബാത്ത്. Style Bath. Classy sanitary wears. Premium passion, the poetic watering. Premium classic. From the house of luxury sanitary wears, Style Bath, Kottarakara, Ayur, Punlur. അഞ്ചൽ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ ആതുര സേവനത്തിന്റെ 62ാം വർഷത്തിളക്കത്തിൽ. ചികിത്സ തേടി ഇനി ദൂരേക്ക് പോകേണ്ടതില്ല. മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലുള്ള എല്ലാത്തരം രോഗങ്ങൾക്കും പ്രതിവിധി നൽകുന്നു. പരിചയസമ്പന്നരും പ്രഗത്ഭരുമായ ഡോക്ടേഴ്സ്, ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, കാർഡിയോളജി, ന്യൂറോളജി, ഓർത്തോപീഡിക്സ്, ഗ്യാസ്ട്രോഎൻട്രോളജി, യൂറോളജി, നെഫ്രോളജി, ഗൈനക്കോളജി, ഓഫ്താൽമോളജി, പീഡിയാട്രിക്സ്, ENT, സൈക്യാട്രി, ഡെർമറ്റോളജി, ഓൺകോളജി, അനസ്തേഷ്യോളജി, പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ യൂണിറ്റ്, ഡെന്റിസ്ട്രി എന്നീ വിഭാഗങ്ങളിൽ സേവനമനുഷ്ഠിക്കുന്നു. കൂടാതെ ഡയാലിസിസ് യൂണിറ്റ്, ബ്ലഡ് ബാങ്ക്, ക്ലിനിക്കൽ ലാബ്, ന്യൂറോ ICU, കാർഡിയക് ICU, സർജിക്കൽ ICU മുതലായ നൂതന സൗകര്യങ്ങളോടുകൂടിയ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ അഞ്ചലിന്റെ ഹൃദയഭാഗത്തായി ശോഭിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുടെ വെബ്സൈറ്റ് www.pjh
sdmh.in സന്ദർശിക്കൂ. ഫോൺ 0475 2271 341 2271 342 2271 343. കൊല്ലം ജില്ലയിലെ പോളിംഗ് അവസാനിച്ചപ്പോൾ പത്തനംതിട്ട ജില്ല വോട്ടെടുപ്പിനെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ്. ജില്ലാ അതിർത്തിയായ കലഞ്ഞൂരിൽ കൊട്ടിക്കലാശത്തോടെ പരസ്യപ്രചാരണം അവസാനിച്ചു. വിജയതിലകമണിയിക്കണമെന്ന് താഴ്മയായി അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. നമ്മുടെ സാരഥി രമ സുരേഷ്, നമ്മുടെ ചിഹ്നം താമര. മങ്ങാട് സുരേന്ദ്രൻ അരിവാൾ നെൽക്കതിർ ചിഹ്നത്തിലും വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കുവാനും വികസനത്തിന്റെ പാതയിലെത്തി വികസനത്തിന്റെ പൊന്നൂരിയിലെത്തി നമ്മുടെ ഇടതുപക്ഷ സർക്കാരിന്റെ മലയാളത്തിലും സൗദാരാജന് പൊന്നരിവാളും തങ്കച്ചുത്തിയിലും വെള്ളനക്ഷത്ര മലയാളത്തിലും സഖാവ് മനോജ് കുമാറിന് അരിവാൾ കുത്തിയാണ് മലയാളത്തിലും നിങ്ങളുടെ മനസ്സിന്റെ അംഗീകാരം രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ജില്ലാ അതിർത്തിയായ കലഞ്ഞൂരിൽ കലാശക്കൊട്ടോടെ പരസ്യപ്രചാരണം അവസാനിച്ചു. LDF അധീനതയിലുള്ള കലഞ്ഞൂർ പഞ്ചായത്തിന്റെ ഭരണം പിടിച്ചെടുക്കാനുള്ള പോരാട്ടത്തിലാണ് UDF. സമീപ മേഖലയിൽ BJPക്ക് വ്യക്തമായ സ്വാധീനമുള്ള പ്രദേശമാണ് കലഞ്ഞൂർ. ഇവിടെ നിലവിൽ BJPക്ക് 2 പഞ്ചായത്ത് അംഗങ്ങളുണ്ട് എന്നതും ഏറെ ശ്രദ്ധേയമാണ്. കലാശക്കൊട്ടോടെ പരസ്യപ്രചാരണം അവസാനിച്ചപ്പോൾ ശക്തി തെളിയിച്ച് മുന്നിലെത്താൻ ഇരുമുന്നണികളും BJPയും കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ 45 വർഷമായി കലഞ്ഞൂർ പഞ്ചായത്തിന്റെ ഭരണം CPM അധീനതയിലാണ്. ആകെ 20 വാർഡുകളാണ് കലഞ്ഞൂർ ഗ്രാമപഞ്ചായത്തിലുള്ളത്. നിലവിൽ 10 വാർഡുകളിൽ LDFും 8 വാർഡുകളിൽ UDFും 2 വാർഡുകളിൽ BJP പ്രതിനിധിയുമാണുള്ളത്. നിലവിലെ രാഷ്ട്രീയ സ്ഥിതി അനുസരിച്ച് BJP പഞ്ചായത്ത് അംഗങ്ങളുടെ എണ്ണത്തിൽ വർധന വരുത്തുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പറക്കോട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭാഗമാണ് കലഞ്ഞൂർ ഗ്രാമപഞ്ചായത്ത്. പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് കൊടുമൺ ഡിവിഷനിൽപ്പെടുന്ന പ്രദേശം കൂടിയാണ് ഇവിടം. ജില്ലാ ഡിവിഷനിൽ UDF സ്ഥാനാർത്ഥിയായി ഇവിടെ ജനവിധി തേടുന്നത് മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു ജോർജ് ആണ്. ജില്ലാ പഞ്ചായത്ത് കൊടുമൺ ഡിവിഷനിൽ LDF സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്നത് അഡ്വക്കേറ്റ് BR രാജീവ് കുമാറാണ്. CPM ഏരിയ കമ്മിറ്റി അംഗവും DYFI ജില്ലാ നേതാവുമായ BR രാജീവ് കുമാറിനെ കളത്തിലിറക്കി കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട സീറ്റ് തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ് LDF. ഇരു മുന്നണികളും BJPയും തികഞ്ഞ വിജയപ്രതീക്ഷയോടെയാണ് പ്രചാരണ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചത്. ലൈവ് വാർത്ത പത്തനാപുരം. തെന്മല പഞ്ചായത്തിലെ ഇന്ദിരാനഗർ 7ാം വാർഡിൽ വോട്ടിംഗ് യന്ത്രം തകരാറിലായി. 2 മണിക്കൂറോളം പോളിംഗ് തടസ്സപ്പെട്ടു. തിങ്കളാഴ്ച രാവിലെ 8:20ഓടെയാണ് വോട്ടിംഗ് യന്ത്രം തകരാറിലായത്. ഏകദേശം 58ഓളം വോട്ട് രേഖപ്പെടുത്തിയ നേരത്താണ് യന്ത്രം തകരാറിലാകുന്നത്. 10:30ഓടെ മാമ്പഴത്തറയിൽ നിന്നും മറ്റൊരു വോട്ടിംഗ് യന്ത്രം എത്തിച്ച് വോട്ടിംഗ് പുനരാരംഭിക്കുകയായിരുന്നു. തകരാറു മാറ്റാൻ ഉദ്യോഗസ്ഥർ ശ്രമം നടത്തിയെങ്കിലും ഫലം കണ്ടില്ല. തുടർന്ന് പ്രവർത്തകർ ബഹളം വെച്ചതോടെയാണ് പുതിയ വോട്ടിംഗ് യന്ത്രം എത്തിക്കാൻ അധികൃതർ നടപടി സ്വീകരിച്ചത്. റിട്ടേണിംഗ് ഓഫീസർ K. കാർത്തികേയൻ യന്ത്രം തകരാറിലായ ബൂത്തിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. വോട്ടിംഗ് യന്ത്രം തകരാറിലായതോടെ ബൂത്തിൽ വോട്ടർമാരുടെ നിരയും നീണ്ടു. തിരക്ക് നിയന്ത്രിക്കാൻ പോലീസും ഉദ്യോഗസ്ഥരും ഏറെ പണിപ്പെടേണ്ടി വന്നു. ന്യൂസ് ബ്യൂറോ, തെന്മല. പുനലൂർ പേപ്പർ മില്ലിൽ ഉത്പാദനം ആരംഭിക്കാൻ കഴിഞ്ഞില്ല. അസംസ്കൃത വസ്തുക്കൾ എത്തുന്നതോടെ മാത്രമേ ഉത്പാദനം പൂർണ്ണമാവുകയുള്ളൂ.
പേപ്പർ ഉൽപാദനത്തിനായി മിൽ 1 മാസം മുൻപാണ് നവീകരണം പൂർത്തിയാക്കി നാടിന് സമർപ്പിച്ചത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് മില്ലിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. എന്നാൽ പേപ്പർ ഉൽപാദനത്തിലുള്ള അസംസ്കൃത വസ്തുക്കൾ എത്താനുള്ള കാലതാമസം മൂലം ഇനിയും ഉൽപാദനം ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. ശ്രീലങ്കയിൽ നിന്നും മറ്റും ചില അസംസ്കൃത വസ്തുക്കൾ എത്താനുണ്ട്. ഇത് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ പേപ്പർ ഉൽപാദനം ആരംഭിക്കാൻ കഴിയുകയുള്ളൂ. നിലവിൽ ക്രാഫ്റ്റ് പേപ്പറാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കാൻ ലക്ഷ്യമിടുന്നത്. നമ്പർ 1 മെഷീൻ മാത്രം പ്രവർത്തിപ്പിക്കാനാണ് മാനേജ്മെന്റ് തീരുമാനിച്ചിട്ടുള്ളത്. 6 മാസത്തിനകം ഉൽപാദനം വർദ്ധിപ്പിക്കാനാണ് മാനേജ്മെന്റിന്റെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പത്തനാപുരം കല്ലുംകടവ് പാലത്തിലെ റോഡിന്റെ തകർച്ച അപകടം സൃഷ്ടിക്കുന്നു. ദിവസേന നിരവധി അപകടങ്ങളാണ് പാലത്തിലുണ്ടാകുന്നത്. ദിനംപ്രതി ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന ഇവിടെ അപകടങ്ങൾ നിത്യസംഭവമാണ്. അപരിചിതരായ ഇരുചക്ര വാഹന യാത്രക്കാരാണ് അപകടത്തിൽപ്പെടുന്നവരിൽ അധികവും. മഴ കൂടിയാൽ അപകടങ്ങളുടെ എണ്ണവും വർദ്ധിക്കുന്നു. പാലത്തിന്റെ കൈവരിക്ക് അധികം ഉയരമില്ലാത്തതിനാൽ അപകടത്തിൽപ്പെടുന്നവർ തോട്ടിൽ വീഴാനുള്ള സാധ്യതയും ഏറെയാണ്. കല്ലുംകടവ് പാലത്തിലെ റോഡിന്റെ തകർച്ചയെപ്പറ്റി നിരവധി തവണ ലൈവ് വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടും പേരിനുവേണ്ടി PWD അധികൃതർ കുഴിയടയ്ക്കുന്നതല്ലാതെ ശാശ്വത പരിഹാരത്തിനായി ശ്രമങ്ങളൊന്നും കൈക്കൊണ്ടിട്ടില്ല. സ്ത്രീകളടക്കമുള്ള സ്കൂട്ടർ യാത്രികരാണ് അപകടത്തിൽപ്പെടുന്നവരിൽ ഏറെയും. അപകട ഭീഷണി ഉയർത്തുന്ന പാലത്തിലെ റോഡിന്റെ തകർച്ച ഉടൻ പരിഹരിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. മെയിൻ റോഡാണ് ഇത്. കുണ്ടും കുഴിയുമായി കടന്നു കഴിഞ്ഞാൽ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ബൈക്ക് യാത്രക്കാർക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപ സാധാരണക്കാരെ ജനങ്ങളുടെ നിന്ന് ടാക്സ് വാങ്ങിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് മുൻകൈ എടുക്കാത്ത ഈ നടപടിക്കെതിരെ നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് വളരെയധികം വിമർശനമുണ്ട്. മാത്രമല്ല, ശബരിമല സീസണൊക്കെ വരികയാണ്. ഇത്തരത്തിലുള്ള കുണ്ടും കുഴികളും അടയ്ക്കാൻ അധികൃതർ വേണ്ട നടപടി സ്വീകരിക്കണമെന്ന്. ഒരു ശബരിമല സീസൺ അടുക്കാറായിട്ട് പോലും പുനലൂർ മൂവാറ്റുപുഴ റോഡിൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ വളരെ ദുഷ്കരം പിടിച്ചൊരു അപകട മേഖലയാണ് ഇത്. പ്രത്യേകിച്ച് പാലം വണ്ടികൾ വലത്തോട്ട് വെട്ടിച്ച നിത്യം ഇവിടെ അപകടം ഉണ്ടാകുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഇത് പണിയണം എന്നാണ് ഞങ്ങൾ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ ഒരു അഭിപ്രായം. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ഈ നിമിഷമായിരുന്നു എന്റെ സ്വപ്നം. ഈ കാഴ്ചയ്ക്കായിരുന്നു എന്റെ കാത്തിരിപ്പ്. ഈ മുഹൂർത്തത്തിനായിരുന്നു ഞങ്ങളുടെ ജീവിതം. ഈ സംഗമത്തിനായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥന. Pallatra Fashion Jewelers, as pure as your love. പുനലൂർ, ആലപ്പി, പത്തനംതിട്ട, ചേർത്തല, തോപ്പുംപടി and good. ASL Traders, അലിമുക്ക്, പുനലൂർ. Contact 98465 04688 70250 61801. നിങ്ങളുടെ സ്വപ്ന സൗധങ്ങൾക്ക് വർണ്ണപ്പകിട്ടേകാൻ പുത്തൻ സാങ്കേതിക വിദ്യകളുമായി അലിമുക്കിൽ ASL Traders വിജയകരമായി പ്രവർത്തിച്ചു വരുന്നു. ഏഷ്യൻ പെയിന്റ്സ്, ബർജർ പെയിന്റ് തുടങ്ങി എല്ലാ പ്രമുഖ കമ്പനികളുടെയും എല്ലാവിധ പെയിന്റുകളും ഹോൾസെയിൽ വിലയിൽ ലഭ്യമാണ്. ഡോർ ലോക്സ്, ഹാൻഡിൽസ്, ടവർ ബോൾട്ട്, ഡോർ ഹിഞ്ചസ്, നെയിൽസ്, സ്ക്രൂസ്, അലൂമിനിയം ഫിറ്റിംഗ്സ്, വെൽഡിംഗ് റോഡ്, കട്ടിംഗ് ബ്ലേഡ്സ് തുടങ്ങി എല്ലാവിധ ഹാർഡ്വെയർ ഐറ്റംസും ഇവിടെ ലഭ്യമാണ്. ASL Traders, അലിമുക്ക്, പുനലൂർ. കമ്പനി, പത്തനാപുരം. വാസ്തുവിദ്യയുടെ താളിയോല ഗ്രന്ഥങ്ങളിൽ നിന്നും ആവാഹിച്ചെടുത്ത കരവിരുത്. വാസ്തുവിദ്യയുടെ പൊരുളറിഞ്ഞ 5 പതിറ്റാണ്ടിന്റെ ഉജ്ജ്വല പാരമ്പര്യവുമായി പോൾ ആൻഡ് കമ്പനി, പത്തനാപുരം. കേരളത്തിലെ ഈട്ടിയുടെയും തേക്കിന്റെയും ഈറ്റില്ലമായ പത്തനാപുരത്ത് നിന്നും തുടങ്ങുന്ന ജൈത്രയാത്ര. ഇറക്കുമതി ചെയ്യുന്ന യൂസ് ആൻഡ് ത്രോ ഫർണിച്ചറിന്റെ കാലം കഴിഞ്ഞു. ഇനി ആർഷഭാരതത്തിന്റെ മുഖമുദ്രയായ ഈട്ടിയുടെയും തേക്കിന്റെയും ഫർണിച്ചർ ആജീവനാന്ത ഗ്യാരണ്ടിയോടെ ഉപയോഗിക്കൂ. പോൾ ആൻഡ് കമ്പനി, ഹെഡ് ഓഫീസ്, പത്തനാപുരം. ബ്രാഞ്ചസ് കുറ്റൂർ, തിരുവല്ല, തെക്കേമല, കോഴഞ്ചേരി, മണ്ണന്തല, തിരുവനന്തപുരം. പോൾ ആൻഡ് കമ്പനി. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്, ചെമ്മന്തൂർ, പുനലൂർ. വശ്യചാരുതയുടെ പുതിയ ആകർഷണവുമായി സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്, പുനലൂർ. മികച്ച പ്രാവീണ്യം നേടിയ ഞങ്ങൾ അലൂമിനിയം പാർട്ടീഷൻ, സൂപ്പർ സ്ലൈഡിംഗ് വിൻഡോസ്, ഫോൾ സീലിംഗ്സ്, സ്ട്രക്ചറൽ ഗ്ലേസിംഗ്, ജിപ്സം ബോർഡ്, PVC ഡോർ, PVC സീലിംഗ്, കിച്ചൺ കബോർഡ് ആക്സസറീസ്, ബാത്റൂം ഡോർസ് കൂടാതെ എല്ലാവിധ അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്ക്സും മെറ്റീരിയൽസും ഞങ്ങളിൽ നിന്ന് മിതമായ വിലയിൽ പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ സൗകര്യാർത്ഥം ചെയ്തു നൽകപ്പെടുന്നു. We offer a new lifestyle. City Aluminium Traders, Chemandur, Punalur. Phone 0475 2220 357 9745 201088. Zodiac Silks, the signature collections of your hometown.
ഏവർക്കും സോഡിയാക് സിൽക്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. സമ്മാനങ്ങൾക്ക് അതിർവരമ്പുകളില്ലാതെ സോഡിയാക് സിൽക്സ് പത്തനാപുരം. ഓരോ 1000 രൂപയുടെ പർച്ചേസിംഗിനും സമ്മാനം ഉറപ്പ്. നറുക്കെടുപ്പിലൂടെ വിജയിക്കുന്നവർക്ക് ഒന്നാം സമ്മാനം യുവർ ഡ്രീം കാർ ഓൾട്ടോ 800. രണ്ടാം സമ്മാനം 3 പേർക്ക് LED ടിവികൾ. മൂന്നാം സമ്മാനം 10 പേർക്ക് സ്മാർട്ട് ഫോൺ. നാലാം സമ്മാനം ഒരാൾക്ക് മൈക്രോ ഓവൻ. അഞ്ചാം സമ്മാനം ഇൻഡക്ഷൻ കുക്കർ. ആറാം സമ്മാനം പ്രഷർ കുക്കർ. സോഡിയാക് സിൽക്സ് പത്തനാപുരം. വസ്ത്രധാരണത്തിൽ നിങ്ങളുടെ മികച്ച കൂട്ടാളി സോഡിയാക് സിൽക്സ്. സ്വപ്നങ്ങൾ നെയ്യുമ്പോൾ അവളിൽ സൗന്ദര്യം നിറയും. ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവാൻ അവൾ കാത്തിരിക്കും. ആ കാത്തിരിപ്പ് അവളുടെ മംഗല്യ മുഹൂർത്തത്തിലാവുമ്പോൾ അതിന് എന്തെന്നുമില്ലാത്തൊരു ശോഭ നൽകും. ആ ശോഭയിൽ അവൾ തിളങ്ങും ഒരു രാജകുമാരിയെ പോലെ. ഷൈനിങ് ഗോൾഡ് 916 ഹാൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ്. കേരള ഫാഷൻ ജ്വല്ലറി, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, മെയിൻ റോഡ്, പത്തനാപുരം. ഫോൺ 0475235545. ഓതർ ആൻഡ് ഫിനിഷർ വർഷിപ്പ് സെന്റർ ഒരുക്കുന്ന ആരാധനയും വിടുതൽ ശുശ്രൂഷയും എല്ലാ ഞായറാഴ്ചയും രാവിലെ 10:30 മുതൽ 1 മണി വരെ പുനലൂർ ചെമ്മന്തൂർ YMCA ഹാളിൽ പാസ്റ്റർ ജോഷി വർഗീസ് ദൈവവചനം ശുശ്രൂഷിക്കുന്നു. ജാതിമത സഭ വ്യത്യാസമന്യേ ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. ഫോൺ 9605061422 9744674066. പുനലൂർ താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനം താളം തെറ്റുന്നു. ഡോക്ടർമാരുടെ അഭാവവും മരുന്നിന്റെ ലഭ്യതക്കുറവും രോഗികൾക്ക് തിരിച്ചടിയാകുന്നു. ഡോക്ടർമാരുടെ അഭാവമാണ് താലൂക്ക് ആശുപത്രിയുടെ താളം തെറ്റിക്കുന്നത്. OP വിഭാഗത്തിൽ രോഗികൾ എത്തുമ്പോൾ പലപ്പോഴും ഡോക്ടർമാരുടെ സേവനം ലഭിക്കുന്നില്ല. ഇതുമൂലം 1 മാസമായി രോഗികളുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. ആയിരക്കണക്കിന് രോഗികൾ ദിവസേന എത്താറുണ്ടായിരുന്ന ആശുപത്രിയിൽ ഇപ്പോൾ വളരെ കുറച്ച് രോഗികൾ മാത്രമാണ് എത്താറുള്ളത്. മരുന്നിന്റെ ലഭ്യതയും കുറഞ്ഞിട്ടുണ്ട്. ശുചീകരണ പ്രവർത്തനങ്ങളും പഴയതുപോലെ നടക്കുന്നില്ല. നിലവിൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർ ഉൾപ്പെടെ 16 ഡോക്ടർമാർ വേണ്ടിടത്ത് ഇപ്പോഴുള്ളത് കേവലം 7 ഡോക്ടർമാർ മാത്രമാണ്. പലപ്പോഴും ഡോക്ടർമാരുടെ സേവനം ലഭ്യമാകാതെ രോഗികൾ നിരാശരായി മടങ്ങുന്നുമുണ്ട്. ജില്ലാ ആശുപത്രിയായി ഉയർത്താൻ തക്ക നിലവാരമുള്ള താലൂക്ക് ആശുപത്രിയാണ് ഇപ്പോൾ അവഗണനയിലായിട്ടുള്ളത്. ആവശ്യത്തിന് ഡോക്ടർമാരെ നിയമിച്ച് രോഗികൾക്ക് ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കൈവരിയില്ലാത്ത പാലം അപകട ഭീഷണി ഉയർത്തുന്നു. അഞ്ചൽ പുനലൂർ റോഡിൽ സെന്റ് ജോർജ് സ്കൂളിന് സമീപത്തുള്ള പാലമാണ് അപകട ഭീഷണി ഉയർത്തുന്നത്. ദിവസേന 100 കണക്കിന് വാഹനങ്ങളും നിരവധി വിദ്യാർത്ഥികളും കടന്നുപോകുന്ന തിരക്കേറിയ റോഡിലെ പാലത്തിനാണ് കൈവരിയില്ലാതെ അപകട ഭീഷണി ഉയരുന്നത്. ഏകദേശം 10 അടിയോളം താഴ്ചയുള്ള തോടാണ് പാലത്തിനടിയിലൂടെ ഒഴുകുന്നത്. മഴക്കാലമായാൽ ശക്തമായ ഒഴുക്കാണ് ഈ തോട്ടിൽ അനുഭവപ്പെടുന്നത്. വിഷയത്തിൽ നടപടിയുണ്ടാകണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് PWD അധികൃതർക്ക് രേഖാമൂലം പരാതി നൽകിയെങ്കിലും യാതൊരു ഫലവും ഉണ്ടായില്ലെന്നും സമീപവാസികൾ പറയുന്നു. ഇതിനകത്ത് കൈവരിയില്ല, പിന്നെ ഈ കലങ്ങ് ഇല്ല. ഇവിടെ ഡെയിലി ആൾക്കാർ വീടക്കോ വണ്ടി കൊണ്ടുവന്ന് വീടക്കോ ഞങ്ങളെ ഓടി പഞ്ചായത്തിലൊക്കെ പറയാൻ പഞ്ചായത്തുകാർ ഡെയിലി ഇതിലേ പോകുന്നതല്ലേ. 24 മണിക്കൂറും പഞ്ചായത്തുകാർ ഇതിലേ പോകുന്നേ. ഇവരാരും ഒരു നോട്ടോ ഇതിനകത്തില്ല. ഡെയിലി ആൾക്കാർ വന്ന് വീഴ്ചയാണ് പരിപാടി. 2 വണ്ടി വന്നു കഴിഞ്ഞാൽ വലിയ പാടാ. ഈ കരങ്ങില്ലാത്തോണ്ട് വലിയ ബുദ്ധിമുട്ടാണ്. മഴക്കാലത്ത് ശക്തമായ ഒഴുക്കുള്ള ഇവിടെ അപകട സൂചനകൾ ഒന്നുമില്ലാത്തതിനാലും കൈവരികൾ ഇല്ലാത്തതിനാലും വാഹനങ്ങൾ സൈഡ് കൊടുക്കുമ്പോൾ മറിഞ്ഞ് അപകടം സംഭവിക്കാനുള്ള സാധ്യത ഏറെയാണ്. ഈ പാലത്തോട് അധികൃതർ കാട്ടുന്ന അനാസ്ഥ ഒരുപക്ഷെ വലിയ ദുരന്തത്തിൽ കലാശിച്ചേക്കാം. ലൈവ് വാർത്ത, അഞ്ചൽ. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജുവല്ലേഴ്സ്, പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജുവല്ലേഴ്സ്, പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ദിവസങ്ങൾ ബാക്കി. കണക്കുകളിൽ വിജയപ്രതീക്ഷ അർപ്പിച്ച് മുന്നണികൾ. പത്തനംതിട്ട ജില്ലയിൽ പരസ്യപ്രചാരണം അവസാനിച്ചു. തെരഞ്ഞെടുപ്പ് 5-ന്. പുനലൂർ പേപ്പർ മിൽ തുറന്നെങ്കിലും ഉൽപാദനം ആരംഭിച്ചില്ല. അസംസ്കൃത സാധനങ്ങളുടെ ലഭ്യതക്കുറവാണ് ഉൽപാദനം വൈകാൻ കാരണം. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.
വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പുനലൂർ ഇലക്ട്രിക്കൽസ്, വെറൈറ്റി ലേഡീസ് കളക്ഷൻസ് പുനലൂർ, കിങ്സ് മെഡിക്കൽ ലാബ് പുനലൂർ, ഇടിമണിക്കൽ ജുവലറി പുനലൂർ, കുരുമ്പേലിൽ ഇലക്ട്രോണിക്സ് പുനലൂർ, ശങ്കർ സൈ ഹോസ്പിറ്റൽ പുനലൂർ ആൻഡ് SS ഫർണിച്ചർ ആൻഡ് ഇലക്ട്രോണിക്സ് കുന്നിക്കോട്.